തലശ്ശേരി നഗരമധ്യത്തിൽ ബാങ്ക് ജീവനക്കാരി ഓഫീസിനുള്ളിൽ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ 2 വർഷം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങുമെത്തിയില്ല. IDBI ബാങ്ക് തലശ്ശേരി ശാഖയിലെ ജീവനക്കാരി വിൽനമ വിനോദ് വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ബന്ധുക്കൾ ഇന്നും നീതി തേടി അലയുകയാണ്. 2016 ജൂൺ 2 രാവിലെയാണ് തലശ്ശേരി IDBI ബാങ്കിലെ താത്കാലിക ജീവനക്കാരിയായ വിൽന വിനോദ് ബാങ്കിനുള്ളിൽ വെടിയേറ്റ് മരിച്ചത്. സംഭവത്തിൽ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഹരീന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇയാൾക്ക് പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചു. വെടിവെപ്പ് നടന്ന ബാങ്കിനുള്ളിൽ ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ സംഭവത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ടെസ്റ്റ് ഫയർ നടത്തണമെന്നും പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഫോറൻസിക് സംഘം ശുപാർശ ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി വെടിയുതിർത്ത ഡബിൾ ബാരൽ തോക്ക് കോടതിയുടെ അനുമതിയോടെ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തേക്ക് അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർന്ന് കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയില്ല. കേസിന്റെ ഒരു തുടങ്ങിയിട്ട് പോലും ഇല്ല. അപ്പോൾ ഇവിടെ കോടതിയിൽ അന്വേഷിച്ചാലും അവർ പറഞ്ഞ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റിപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ. കാരണം 2 കേസായിട്ട് ഇതിപ്പോൾ നടത്തുന്നത്, ക്രിമിനൽ കേസും അതുപോലെ തന്നെ സിവിലുമായിട്ടും. ബാങ്ക് പറയുന്നത് ബാങ്ക് ഉത്തരവാദിത്തമില്ല എന്ന്. പിന്നെ ആരാ ഇതിൻ്റെ പിന്നിൽ? സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലാണ്. എന്നാൽ മരണത്തിൽ ബാങ്കിന് പങ്കില്ലെന്നും വിൽന തങ്ങളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരിയല്ലെന്നുള്ള നിലപാടാണ് ബാങ്ക് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. മീഡിയ 1 കണ്ണൂർ.